ഹായ് ഓൾ വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എൻ്റെ അവസാനത്തെ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫ്ലൂസ് വിസയെ കുറിച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോയിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലൂസ് വിസയെ കുറിച്ച് തന്നെയാണ്. ഫ്ലൂസ് വിസയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില വേക്കൻസികളെ കുറിച്ചും അത് എന്നാണ് തുടങ്ങുന്നത്, എന്നാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്, എവിടെ നിന്ന് നമുക്ക് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു അപ്ഡേഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് കമന്റുകളും അതുപോലെ തന്നെ മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്നും എനിക്ക് വായിച്ചു നോക്കാൻ പറ്റിയില്ല. വായിച്ചു നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കൂടുതൽ ആൾക്കാരും അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷത്തെ ഫ്ലൂസ് വിസയുടെ റിസൾട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇനി ഇറ്റലിയിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും വേക്കൻസികൾ ഉണ്ടെന്നൊക്കെയാണ്. ഈ വർഷത്തെ റിസൾട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒഫീഷ്യലി ഗവൺമെന്റ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ചില അഡ്വക്കേറ്റ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ജൂലൈയോടെ അത് ഏകദേശം അറിയാൻ സാധിക്കുമെന്നാണ്. ചിലർക്കൊക്കെ നുള്ളവസ്ഥ കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിപ്പോൾ നാട്ടിലുള്ളവരായാലും ഇവിടെയുള്ളവരായാലും അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഓവറോൾ റിസൾട്ടിന് വേണ്ടി ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ എൻക്വയറി വന്നിട്ടുള്ളത് ഇറ്റലിയിലേക്ക് എങ്ങനെ നമുക്ക് വരാമെന്നുള്ളതിനെ പറ്റിയാണ്. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് തന്നെ ഫ്ലൂസ് വിസയുടെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഒഴിവുകൾ ജൂലൈ 1 തീയതിയോടെ ഓപ്പൺ ആകുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്ലൂസ് വിസയിൽ വന്നിട്ടുള്ള 70% വേക്കൻസികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ഫെബ്രുവരി മാസം ക്ലിക്ക് ഡേ വഴി നമ്മൾ സമർപ്പിച്ചതുമാണ്. ബാക്കിയുള്ള 30% കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഏകദേശം 22,000-ഓളം വേക്കൻസികളാണ് ഉള്ളത്. സീസണൽ വർക്കേഴ്സിനും നോൺ സീസണൽ വർക്കേഴ്സിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതിന്റെ ആപ്ലിക്കേഷൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ദിവസം തുടങ്ങുന്നത് ജൂലൈ മാസം 1 തീയതി തൊട്ടാണ്. ജൂലൈ 1 തീയതി മുതൽ 31 തീയതി വരെയാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള സമയം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയും എംപ്ലോയറിന്റെ ഒരു സ്പോൺസർഷിപ്പിന്റെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത പക്ഷം നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇതുവരെ ആരെങ്കിലും എംപ്ലോയറെ കണ്ടുപിടിക്കാത്തതുണ്ടെങ്കിൽ ആദ്യമേ അത് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് നമ്മുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഒക്ടോബർ മാസത്തിലെ ക്ലിക്ക് ഡേയ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. സീസണൽ വർക്കുകൾ എന്താണെന്നും എങ്ങനെ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് കയറി നോക്കാവുന്നതാണ്. ജോബ് വെബ്സൈറ്റ് വഴിയൊക്കെ ഒരു എംപ്ലോയറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഇമ്പോസിബിൾ അല്ല. കാര്യം ഇതുപോലെ സെർച്ച് ചെയ്ത് ജോലി കണ്ടുപിടിച്ച് നുള്ളവസ്ഥ കിട്ടിയ ഇറ്റലിയിലേക്ക് നുള്ളവസ്ഥ കിട്ടിയ രണ്ടുപേരെന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിരുന്നു. സോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതൊരിക്കലും ഇമ്പോസിബിൾ അല്ല. താല്പര്യമുള്ളവരൊക്കെ വേറൊരു വഴി നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളൊരു എംപ്ലോയർ റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബോണസ് ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ ഒരു എംപ്ലോയറിലേക്ക് എത്തിപ്പെടാനുള്ള കൂടുതൽ മീൻസ് എന്തെങ്കിലും എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.